ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റാർ ഗ്രാസ് എങ്ങനെ ഒരു ചിരട്ടയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. ഇത് ചെയ്യാനായിട്ട് ഞാൻ 7-അപ്പിൻ്റെ കുപ്പിയാണ് യൂസ് ആക്കിയത്. 7-അപ്പിൻ്റെ കുപ്പിയുടെ ചുവട് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഞാനൊന്ന് കട്ടാക്കി എടുത്തു. അതിൻ്റെ ആ ഒരു ഇതൾ വരുന്ന ഭാഗത്ത് ഒരു ഓറഞ്ച് കളർ പെയിൻറ്റ് കൊടുത്തു. അകത്ത് പെയിൻറ്റ് ചെയ്തിട്ടില്ല, 7-അപ്പിൻ്റെ കുപ്പിയുടെ കളറാണ്. പിന്നെ താഴോട്ട് നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സിറ്റൗട്ടിൽ വെക്കാൻ പറ്റിയൊരു പോട്ടാണ്. ഇത് നടാനായി ഞാനൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്രാസ് ഒന്ന് നട്ടു കൊടുക്കാം. അതിനു മുമ്പായിട്ട് നമ്മളൊന്ന് നനച്ചു കൊടുക്കണം മണ്ണ്. ഇനി നമുക്ക് ഈ ഗ്രാസ് ഇതിലേക്കൊന്ന് നട്ടു കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണലത്ത് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 20 ദിവസത്തിന് ശേഷമുള്ള വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. നല്ല തിക്കായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. ഇതിനി നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആ പോട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് സിറ്റൗട്ടിലേക്ക് വെക്കാം. കാരണം ഈ ചിരട്ടയിൽ ഇങ്ങനെ ഗ്രാസ് നട്ടിട്ട് നമ്മൾ സിറ്റൗട്ടിൽ വെച്ചാൽ ചിരട്ട ഒരു സൈഡിലേക്ക് മറിഞ്ഞു വീഴും. ഈ ഒരു പോട്ടിലാകുമ്പം അതങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മുടെ ഗ്രാസിന് നല്ലൊരു പച്ചപ്പായിരിക്കും സിറ്റൗട്ടിൽ വെക്കുമ്പം. അതുപോലെ ഈ ഒരു പോട്ടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടും സേഫായിട്ടും അതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് തരണേ. അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഇനേബിൾ ചെയ്യാൻ മറക്കല്ലേ. സിറ്റൗട്ടിൽ വെക്കുകയാണെങ്കിലും രാവിലെയും വൈകിട്ടും നമ്മൾ ഗ്രാസിന് വെള്ളം നനച്ച് കൊടുക്കണം. അല്പം മാത്രം വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി, ഒരുപാട് വെയിൽ വേണ്ട. ഇലകൾക്കൊക്കെ മഞ്ഞ നിറം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.